അപ്പോൾ മീൻ പൊരി സീരീസിലെടുത്ത വെറൈറ്റി മീൻ പൊരിയാണ് നമ്മൾ ചെയ്യുന്ന. മീനിലേക്ക് ഞാൻ അരപ്പ് ചേർക്കുന്നു. അരപ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു 3 ചെറിയ ഉള്ളി, 2 അല്ലി വെളുത്തുള്ളി, അല്പം തേങ്ങ, ഒരു കറിവേപ്പില, ഒരു പച്ചമുളക്, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂണോളം ഉപ്പ്. ഇത്രയുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മുളക് പൊടി ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിറത്തിലല്പം വ്യത്യാസമുണ്ടാകും. പക്ഷേ എരിവ് അത്ര അധികം ഉണ്ടാവില്ല. നിറമുണ്ടാകും, എരിവ് അധികം ഉണ്ടാവില്ല. ഇതിൻ്റെ കൂടെ ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റായിട്ട് സോയാ സോസ് 1 സ്പൂൺ ചേർക്കണം. ചെറിയൊരു പുളിയും ഒരു ഡാർക്ക് കളറും ഈ മീൻ വറുത്തതിന് കിട്ടും. ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഇട്ട് ഒരു അരപ്പുണ്ടാക്കി ഞാൻ അതിൽ മീൻ ഒന്ന് തേച്ച് പിടിപ്പിച്ചു. അതിലേക്ക് രണ്ട് സ്പൂൺ കോൺഫ്ലവർ പൊടി ചേർക്കുന്നു. ഒരു ചെറിയൊരു കോട്ടിങ് ഇതിൻ്റെ മുകളിലുണ്ടാകും, മീനിൻ്റെ മുകളിലുണ്ടാകും. മാവ് അല്പം, ഈ അരപ്പ് അല്പം ഒരു കട്ടിയുള്ള മാവായിട്ട് മാറും. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ കോൺഫ്ലവർ വേണമെങ്കിൽ 2 സ്പൂൺ എന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 3 സ്പൂൺ ആക്കാം. അത് എന്നോട് വലിയ ഒരു പ്രതിപത്തി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 സ്പൂൺ തന്നെ എടുത്താൽ മതി. 2 സ്പൂണെങ്കിലും എടുക്കണം. എന്നാൽ മാത്രമേ ഈ മീൻ വറുത്തതിൽ ആവശ്യത്തിന് ഈ പറഞ്ഞ മാവുണ്ടാവൂ. 2 സ്പൂൺ എടുക്കുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറവാണ്. കോൺഫ്ലവറാണ് കുറവെന്ന് പറഞ്ഞത്, മറ്റേ കാര്യങ്ങളല്ല. അപ്പോൾ ഞാനതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വെച്ചേക്കുന്നു. ഇത് ഈ രീതിയിൽ ഒരു 30 മിനിറ്റ്. അതിനുശേഷം നമുക്ക് കല്യാണം ചെയ്യും. അപ്പോൾ ഇനി നമ്മൾ മീൻ വറക്കാൻ പോവാണ്. അതിനുവേണ്ടി അല്പം ബട്ടർ ഒന്ന് മെൽറ്റായിട്ട്, ഇപ്പോൾ മീൻ വറക്കുന്ന സമയത്ത് ബട്ടർ, നെയ്യ് അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അപാര ടേസ്റ്റാണ്. മാത്രമല്ല ഇത് അധികം നമുക്ക് ഉപയോഗിക്കുകയും പറ്റില്ല. എനിക്ക് ഒരുപാട് എണ്ണ വേണ്ടി വറക്കാനൊക്കെ ഇത് ആരോഗ്യദായകമാണ്. സാധനവും കുറുമും. അതിലേക്ക് മീൻ കഷ്ണങ്ങളിടും. ബാക്കിയുള്ള മാവ് മുകളിൽ കൊടുക്കും. കോട്ടിങ് പോലെ ഇതാവുന്നതും ഇനി സാധാരണ വറക്കുന്ന പോലെ കുറച്ച് ഒന്ന് മുരിഞ്ഞിട്ട് വരാം. അപ്പോൾ മീൻ വറുത്ത് കഴിഞ്ഞു. ആ കറുത്ത നിറം നോക്കേണ്ട. അതിന് മുകളിൽ മാവ് ഈ കോൺഫ്ലവർ കരിഞ്ഞു പിടിക്കുന്നതാണ്.
മീൻ ഉള്ളിൽ അധികം വെന്തിട്ടുണ്ടാവില്ല. മീനിനധികം വേവാതെ കുറച്ച് ജ്യൂസി ആയിട്ടാണ് ഇരിക്കുക. അതിന് കൂടെ ഒരു കോട്ടിങ് പോലെ ഈ കോൺഫ്ലവറിൻ്റെ ഇത് കൂടി നിൽക്കും. ഇടാം.